ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മസാല മക്രോണി, അതായത് ബീഫ് മക്രോണീൻ്റെ റെസിപ്പിയാണ്. ഒരു നാടൻ സ്റ്റൈല് ബീഫ് മക്രോണി ആട്ടോ. അധികം എന്താ പറയുക, മസാല കാര്യങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് മക്രോണീൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നിട്ട് എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പം ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ബീഫ് ഞാൻ നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 7-8 വിസിൽ, അത്യാവശ്യം നല്ലപോലെ ബീഫ് വെന്തോട്ടെ. അതൊന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്കുള്ള മക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള മക്രോണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 70% കുക്കായാൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ഈ ഒരു ബീഫിൻ്റെ ഗ്രേവിയിൽ ഇടുമ്പോൾ കുക്കായിക്കോളും. നല്ലോണം കുക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രേവി മിക്സ് ആക്കുന്ന സമയത്ത് എല്ലാം കൂടി ഉടഞ്ഞ് ഒരു കാണാനൊരു രസമില്ലാത്തൊരു കോലത്തിലാവും. അപ്പോൾ ഒരു 70% ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം ഇതിലേക്കുള്ള ഉള്ളി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഉള്ളി എടുക്കുന്നുണ്ട്. 2 ഉള്ളിക്ക് 1 തക്കാളി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതി. പിന്നെ ഒരു 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില, ഇത്രയും സാധനങ്ങളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ വേഗം ബീഫൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതുമല്ല ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം നോർമൽ നമ്മൾ ബീഫ് ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ആ ഒരു മക്രോണി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് ഈ റെസിപ്പിയിൽ. കാരണം ഭയങ്കര ഈസി അല്ലേ. പിന്നെ അതുപോലെ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് മസാല ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും മിക്ക ആൾക്കാരും. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ ഒരു പാസ്ത റെസിപ്പിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മസാല മക്രോണി, ബീഫ് മക്രോണിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതാ ഉള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ബീഫ് വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ബീഫ് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് പീസ് മാറ്റി വെക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാനിപ്പോൾ എൻ്റെ സെപ്പറേറ്റ് ആയ സമയത്തും ഇതേപോലെ ബീഫോ ചിക്കനോ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് ചിക്കനാണെങ്കിൽ ബോൺലെസ്, ബീഫാണെങ്കിലും അതേപോലെ ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ എടുത്ത് വെക്കും. എല്ലില്ലാത്ത പീസ് മാറ്റി വെക്കും. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ചിക്കനാണ് കേട്ടോ എടുത്ത് വെക്കൽ. എന്തെങ്കിലും മോമോസോ അല്ലെങ്കിൽ ഇതേപോലെ പാസ്ത, അങ്ങനെ എന്തെങ്കിലും മക്രോണി ഐറ്റമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെക്കും. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഈവനിങ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ നമ്മൾ പാർട്ടിയൊക്കെ വരുമ്പം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ടാട്ടോ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തത്. ബീഫിലും ചിക്കനിലൊക്കെ ഉലുവ ഇട്ടാലും ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അല്ലെങ്കിൽ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു നൈസ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റ്, ഒരു കാരമൽ ടേസ്റ്റൊക്കെ വരും. കാരമൽ ജസ്റ്റ് സ്വീറ്റ് അല്ല കേട്ടോ, ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ബീഫും മക്രോണിയൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു അളവനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി കൂടിയാൽ പണി കിട്ടും. എനിക്കെപ്പോഴും കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ മുളക് പൊടി. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും പ്രാവശ്യം മുളക് എരിവ് കൂടിപ്പോവും. കാരണം എനിക്ക് പക്ഷെ അത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ മക്കൾക്ക്
ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കെപ്പോഴും പണി കിട്ടുന്നതാണ്. ഇതിൽ നിന്നിട്ട് ഞാൻ നോക്കിയിട്ട് എരിവ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പം ഈ ഒരു മസാലയിലേക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഒക്കെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്മെല്ല് മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഒന്ന് നല്ലപോലെ കുക്കാവണ വരെ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ അടച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് മല്ലിയിലും പുതിനയിലും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മക്രോണി ഊറ്റുന്ന സമയത്ത് അതിലേക്ക് നല്ല ടാപ്പ് വാട്ടർ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടോടെ ഊറ്റി വെക്കുകയാണെങ്കിൽ അത് വീണ്ടും കുക്കായിട്ട് ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ടാപ്പ് വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയിക്കോളും. പിന്നെ അത് അവിടെ അതിൽ കിടന്നിട്ട് കുക്കാവില്ല. എന്നിട്ട് ഇതാ മക്രോണി വെച്ച് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് മസാല കുറവുള്ളത് പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കുന്ന സമയത്ത് നല്ലപോലെ മസാല സെറ്റായി കിട്ടും. ഇത് ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ മസാല കുറവുള്ള പോലെ തോന്നും. എനിക്കിതിന് മുന്നേ ഒരു അബദ്ധം പറ്റിക്കണം. ഇതേപോലെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത സമയത്ത് എനിക്കെന്തോ മസാല ഭയങ്കര കുറവുള്ളത് പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട്. നോക്കുമ്പോൾ പിന്നെ നല്ല എരിവുണ്ടേനും. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവും എന്നുള്ളത്. ഇതിപ്പോൾ കണ്ടോ, ഞാൻ പിന്നെ വേറെ ഒരു പൊടിയും ചേർത്തിട്ടില്ല. നേരത്തെ ആ ഒരു കളറല്ലോ ഒരു കളറായിട്ട് ചേഞ്ച് ആയില്ലേ. അപ്പോൾ അതേപോലെ കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ആ സംഭവം അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയാം കേട്ടോ.